Praise the Lord. Glory to God. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. എൻ്റെ ഫേസ്ബുക്കും എൻ്റെ പ്രസംഗങ്ങളും കേൾക്കുന്ന പലർക്കു വേണ്ടിയുമാണ് ഞാൻ ഈ ചിന്താശകലങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം ഈ നാളുകളിൽ പലരും എന്നോട് ഫോൺ മുഖേനയും അല്ലാതെയും ചോദിക്കുന്ന എൻ്റെ പ്രകൃതമാണ്. അതായത് ആദമും ഹൗവയും തമ്മിലുള്ള ബന്ധം. ദൈവം ആദമിന് തക്കതായ ഒരു തുണയെ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അതനുസരിച്ച് ദൈവം അദ്ദേഹത്തിനൊരു ഗാഠനിദ്ര വരുത്തി തൻ്റെ വാരിയലിൽ നിന്ന് ഒന്നൂരിയെടുത്ത് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തു. ഈ സത്യം നാം മനസ്സിലാക്കാതെ തന്നെയാണ് ഇന്നുവരെയും ജീവിച്ചു പോരുന്നത്. ആദമും ഹൗവയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചുരുങ്ങിയ ചിന്താശകലം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. തക്ക തുണയെന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് അതിനർത്ഥമില്ല എന്നാണ് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാദിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, തുണ ഒരിക്കലും ഭാര്യയാവുകയില്ല. തുണയിൽ നിന്നല്ല ആദമിന് സന്താനവർഗങ്ങൾ പെറ്റുപെരുകേണ്ടത് എന്നുള്ളത് വ്യക്തമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന് പറയുമ്പോൾ ഒരിക്കലും ദൈവം നമ്മുടെ ഭാര്യയെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു, കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് തൻ്റെ ഭാര്യയായി തീർന്നു എന്നല്ല പ്രിയരെ. തുണ ഭാര്യയല്ല എന്നുള്ളതിന് മറ്റു തെളിവ് ഞാൻ പറയാം. ദൈവം ആർക്കും ഒരു ഭാര്യയെ കൊടുത്തതായിട്ട് വേദപുസ്തക ചരിത്രത്തിൽ അതിൻ്റെ ഭൂമികയിൽ എങ്ങും നാം കാണുന്നില്ല. തക്ക തുണയല്ലാതെ ഒരു ഭാര്യയെ ദൈവം ഇന്നുവരെയും ആർക്കും കൊടുത്തതായിട്ട് ബൈബിൾ ചരിത്രത്തിൽ ഇല്ല പ്രിയരെ.
അതുകൊണ്ട് സത്യമെന്തെന്ന് നാം അറിഞ്ഞിരിക്കണം. എബ്രഹാമിനും ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ സാറാ പ്രസവിക്കുമെന്നാണ്. എന്നാൽ നിന്റെ ദാസിയായ മിസ്രൈമ്യ സ്ത്രീയായ ഹാഗർ പ്രസവിക്കുമെന്നല്ല. എന്നാൽ അവരുടെ ധൃതിയും വെപ്രാളവും കാമാസക്തരായ അവർ പെട്ടെന്നാണ് അതിനു വേണ്ടി ഉരുപ്പെടുന്നത്. ആദം കാമാസക്തനായതുകൊണ്ടാണ് സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചതും യഹോവയായ ദൈവം അമ്നോനിസം ഇവിടെ നടപ്പാക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവരെ ആട്ടിപ്പുറത്താക്കിയതും നാം അറിയുന്നു. പൈശാചികൻ്റെ പ്രേരണ, വിഷലിപ്തമായ വിലക്കപ്പെട്ട ഖനി പറിച്ച് ഭക്ഷിച്ചതിനാൽ അവരിരുവരും കാമാസക്തരായി എന്നല്ലേ. അന്നും ഇന്നും മനുഷ്യൻ ദുർനടപ്പ് ആചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇഷ്ടം മാതിരി ഭാര്യമാരെ എടുക്കുക, ബോധിച്ചതുപോലെ ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് തള്ളിക്കളയുക. ഈ രക്തം, പ്രൈസ് ദി ലോർഡ്, ഈ നിലവിളി സഹോദരിമാരാണ് അനുഭവിച്ചത്. അവരുടെ കണ്ണുനീര് മലാക്കിയുടെ കാലമായപ്പോൾ യഹോവയുടെ സന്നിധിയിലെത്തി യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ട് നനച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഇടപെട്ടു ഈ വിഷയത്തിൽ. നിനക്ക് സഹോദരിമാരിൽ നിന്ന്, നിന്റെ ധാരാളം സഹോദരിമാരുണ്ട്, എല്ലാവരും നിന്റെ ഭാര്യമാരല്ല, ഒരുത്തിയെ ഭാര്യയായി എടുത്തുകൊള്ളണം. അത് ഉഭയസമ്മതം മൂലം, അത് ഉടമ്പടി മൂലം. യൗവനത്തിലെ ഭാര്യയെ പിന്നീട് നീ ദുഃഖിപ്പിക്കരുത്, അവളെ ഉപേക്ഷിക്കുവാനും പാടില്ല എന്നുള്ള കർശനമായ ഉപദേശം ദൈവം കൊടുത്തപ്പോൾ അതിനെ സാത്താൻ അട്ടിമറിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് നാം എല്ലാവരും അകൃത്യത്തിൽ ഞാൻ ഇരുവായി പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു എന്ന് ദാവീദിൻ്റെ നിലവിളിയും പൗലോസ് പറയുന്നു. നാമെല്ലാവരും ഒരുപോലെ കോപത്തിൻ്റെ സന്താനങ്ങളായി പിറക്കുന്നു. ഇന്നുവരെ ഈ ലോകത്തിൽ ഒരു വിശുദ്ധൻ യേശുവല്ലാതെ മറ്റാരും ജനിച്ചിട്ടില്ല എന്ന് വസ്തുനിഷ്ഠമായി അസന്ദിഗ്ധമായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും നമ്മുടെ ആളുകൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നു ആദമിനെ യഹോവയെയും തമ്മിൽ വേളി കഴിപ്പിച്ചു എന്ന് പറയുന്നതിലുള്ള കാപട്യം അല്ലെങ്കിൽ അറിവില്ലായ്മയെ ദൈവം പൊറുക്കട്ടെ. നീ നമ്മളത് ആവർത്തിക്കരുത്. നമ്മളത് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ വേദപാഠങ്ങളിൽ അത് വരുത്തി കുഞ്ഞുങ്ങളെ ഇപ്പോഴേ അത് പഠിപ്പിക്കണം. സത്യസന്ധമായൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശുദ്ധ ആണിക്കൽ പണിയേണ്ടത് യൗവനകാലത്തിലാണ്. 127, 128 സങ്കീർത്തനങ്ങൾ ആധാരമായി നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. ഇന്ന് 2 വിധ സന്താനങ്ങൾ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ യഹോഭക്തന്മാരായ ആളുകളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സന്താനങ്ങളെ കൊണ്ട് നമ്മുടെ ഭൂമി നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ്. താങ്ക് യു.